ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു. സംഭവത്തിൽ കടുത്ത വിമർശനമാണ് കേന്ദ്ര സർക്കാരിന് നേരിടേണ്ടി വന്നത്. പോസ്റ്റർ ഒട്ടിക്കാൻ പോലും പണമില്ലെന്നും പറഞ്ഞ് മുതിർന്ന നേതാക്കൾ വരെ സംഭാവനയ്ക്കായി തെരുവിലിറങ്ങി. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ശക്തമായ സാന്നിധ്യമായി മാറി. മാത്രമല്ല BJPയുടെയും മോദിയുടെയും തിളക്കം നഷ്ടപ്പെടുകയും ചെയ്തു. ശക്തമായ പ്രതിപക്ഷമായി രാഹുലും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും സഭയ്ക്കകത്തും പുറത്തും BJPയെയും മോദിയെയും കടന്നാക്രമിക്കുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് മറ്റൊരടി നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നാഷണൽ ഹെറാൾഡ് കേസിൽ അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡിന്റെയും യങ് ഇന്ത്യയുടെയും 752 കോടിയുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. PMLA അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെച്ചിരിക്കുകയാണിപ്പോൾ. EDയുടെ നടപടിക്ക് പിന്നാലെ കോൺഗ്രസ് വലിയ തിരിച്ചടിയാണ് ഇതോടെ നേരിടുന്നത്. 2023 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിടെയായിരുന്നു EDയുടെ നടപടി. 2013 BJP നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. നാഷണൽ ഹെറാൾഡിന്റെ പ്രസാധകരായ അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡ്, യങ് ഇന്ത്യ കമ്പനി എന്നിവർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് ED നടപടിയെടുത്തത്. ഡൽഹി ITOയിലെ നാഷണൽ ഹെറാൾഡ് ഓഫീസ് കെട്ടിടം, ലക്നോ കൈസർബാഗ് മോൾ അവന്യൂവിലുള്ള നെഹ്റു ഭവൻ, മുംബൈയിലെ ഹെറാൾഡ് ഹൗസ് എന്നിവ കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ ഉൾപ്പെടുന്നു. യങ് ഇന്ത്യ കമ്പനിയിൽ AJLന് അവകാശപ്പെട്ട 90.21 കോടി രൂപയുടെ ഓഹരിയും ED കണ്ടുകെട്ടിയിരുന്നു. അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡിന് ഡൽഹിയിലും മുംബൈയിലും ലക്നൌവിലുമായി 661.69 കോടിയുടെ വസ്തുവുണ്ടെന്നും യങ് ഇന്ത്യക്ക് നിക്ഷേപ രൂപത്തിൽ 90.21 കോടി രൂപയുണ്ടെന്നുമായിരുന്നു EDയുടെ വാദം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖപത്രമായ നാഷണൽ ഹെറാൾഡിന്റെ പ്രസാധകരാണ് അസോസിയേറ്റഡ് പ്രസ്. AJLന് ഹോൾഡിംഗ് കമ്പനിയായ യങ് ഇന്ത്യ. യങ് ഇന്ത്യ വഴി AJL എന്ന കമ്പനിയെ കോൺഗ്രസ് നേതാക്കൾ തട്ടിയെടുക്കുന്നു എന്നതാണ് കേസ്. പത്രം സ്വന്തമാക്കുന്നതിന് ഗാന്ധി കുടുംബം ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി ആരോപിക്കുന്നത്. AJL കോൺഗ്രസിന് നൽകാനുള്ളത് 90.25 കോടി രൂപ തിരിച്ചുപിടിക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ 50 ലക്ഷം രൂപയുടെ ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്നും സുബ്രഹ്മണ്യ സ്വാമി ആരോപിക്കുന്നു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നടപടിയിൽ പാർട്ടി ഭയപ്പെടേണ്ടതില്ലെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ അന്ന് പ്രതികരിച്ചിരുന്നു. പ്രഥമ പ്രധാനമന്ത്രി തുടങ്ങിവെച്ച നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉൾപ്പെടെയുള്ള സ്വത്തുവകകളാണ് നരേന്ദ്രമോദി കവർന്നത്. ഇതിനെതിരെ ശക്തമായി പോരാടുമെന്നും ഖാർഗെ പറഞ്ഞു.